നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചൊവ്വുള്ളു. മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന മനുഷ്യരെ ഒഴിവാക്കാൻ പഠിച്ചാൽ ജീവിതത്തിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ്. നാവിൽ രുചി തോന്നാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് പോലെ തന്നെ നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം. അവരെ ഒഴിവാക്കിയാൽ നമ്മൾ ഒരു 90% ജീവിതത്തിൽ വിജയിക്കാം. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കൂടെ ആരും കാണില്ല എന്നറിഞ്ഞ് തന്നെ ജീവിക്കണം. അപ്പോൾ ആരെ ഒഴിവാക്കിയാലും വലിയ വേദനയൊന്നുമില്ലാതെ നമുക്ക് ഇരിക്കാം. ഒഴിവാക്കാൻ പറ്റാത്ത സ്വന്തം കുടുംബത്തിലുള്ളവരാണ് വേദനിപ്പിക്കുന്നെങ്കിലോ അതിനേക്കാളും ദുഃഖമാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമുക്ക് നിഴലിനെയും കണ്ണാടിയെയും വിശ്വസിക്കാം. നമുക്ക് എപ്പോഴും നമ്മുടെ നിഴൽ മാത്രമാണ്. പ്രകാശമുണ്ടെങ്കിൽ മാത്രം. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ നിഴലും മരിക്കുന്നു. മറ്റൊന്നും നോക്കാതെ ചെയ്യാനും ആസ്വദിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതുമാത്രമാണ് നമ്മുടെ സ്വാതന്ത്ര്യം. നമുക്കിഷ്ടമുള്ളതൊക്കെയും മറ്റാരെയും നോക്കാതെ. ഒരു പൂത്തോട്ടം മൊത്തം നൽകിയാലും ചിലർക്ക് അതിലെ മുള്ളുകൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ചിലർക്ക് ഒരു ഇല കിട്ടിയാലും ഒരു തോട്ടം കിട്ടിയെന്ന് തോന്നുന്ന നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ആധാരം. കൂടെ ആരും കാണില്ല എന്ന് അറിഞ്ഞ് തന്നെ ജീവിക്കണം. സ്വന്തം നിഴലിൽ മാത്രം കാണും. മനസ്സിന് ആശ്വാസവും ഊർജവും എല്ലാം തരുന്ന ഈ വാക്കുകൾ വെളിച്ചത്തിലൂടെ നടന്നാലും ചിലപ്പോൾ വഴിതെറ്റിയേക്കാം, വീണുപോയെന്ന് വരാം. ഓരോ വഴിതെറ്റിലും ഓരോ വീഴ്ചയിലും നമ്മളെ കൂടുതൽ വിവേകിയും ബുദ്ധിശാലിയും തിരിച്ചറിവുള്ളവരുമാക്കുന്നു. തെറ്റിച്ചുകൊണ്ടല്ലാതെ നമുക്കൊന്നും പഠിക്കാൻ സാധിക്കുകയില്ല. നഷ്ടങ്ങളിൽ അധികം വേദനിക്കാതിരിക്കുക. അത് നിങ്ങളെ ഒന്നുകൂടി കരുത്തരാക്കുകയാണ് ചെയ്യുന്നത്. കാറ്റിനനുസരിച്ച് ദിശ മാറി സഞ്ചരിക്കേണ്ടി വരുന്ന പരിമിതികളുടെ പായ്ക്കപ്പലാണ് ജീവിതം. ജീവിതം ഒരു ഓട്ടം തന്നെയാണ്. ജീവിതത്തിൻ്റെ മുന്നിൽ അടിപതറാതെ പൊരുതുന്നവർക്ക് മുന്നിലെ ദുർഘടങ്ങൾ വെറും വിരുന്നുകൾ മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആരെയും മുറിവേൽക്കാതിരിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. എപ്പോഴും പോസിറ്റീവ് മൈൻഡായിട്ട് ജീവിക്കാൻ വേണ്ടി ക്രിസ്ത്യാനികൾ അവരവരുടെ പള്ളിയിൽ പോയി പോസിറ്റീവ് മനസ്സുള്ളവരായി തീരണം. അതുപോലെ ഹിന്ദുക്കളും അമ്പലങ്ങളിൽ പോയി അങ്ങനെ ആയി തീരണം. അതുപോലെ മുസ്ലിം പള്ളികളിൽ പോയി ഒരു പോസിറ്റീവ് മൈൻഡായി തീരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോസ് ഇത്രയും സമയം കണ്ടതിൽ വളരെയധികം നന്ദി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യാശയോടെ ജീവിതം മുന്നേറട്ടെ എന്ന്